നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നാണ് ആ ദിവസം. ഇന്ന് ശനിയാഴ്ച. ഇന്നാണ് 2020 വേൾഡ് കപ്പിന്റെ ഫൈനൽ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഫൈനൽ. പലതവണ കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എന്താണ്, തുമ്പിൽ നിന്നങ്ങ് പോയതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഇതുപോലെ ലീഗ് മാച്ചുകളെല്ലാം ജയിച്ച് വളരെ പ്രതീക്ഷയിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു, അവസാന കളിയിൽ ഫൈനലിൽ കൊണ്ട് കലമുടച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെ നിന്നില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ പറയുന്ന എല്ലാ ലീഗ് മത്സരങ്ങളും ജയിച്ച് ആധികാരികമായി ജയിച്ചുകൊണ്ട് നേരെ ആ പാകിസ്ഥാന്റെ മാച്ച് മാത്രമാണ് കുറച്ച് ടൈറ്റ് എന്ന് പറയാനുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ആധികാരികമായി ജയിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയും എല്ലാ ലീഗ് മത്സരങ്ങളും ജയിച്ച് ഫൈനലിലേക്ക് വന്നത്. ആദ്യമായിട്ടാണ് അവർ ഒരു വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തുന്നത്. ആദ്യമായി തന്നെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് വരുന്നു. ആ സമയത്ത് തന്നെ അവർ കപ്പ് എടുക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആഹ്ലാദിക്കുന്നു. കാരണം ഇന്ത്യ എങ്ങനെ നോക്കിയാലും ബാറ്റിംഗിലായിക്കോട്ടെ, ഫീൽഡിങ്ങിലായിക്കോട്ടെ, ബൗളിങ്ങിലായിക്കോട്ടെ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയുമായി ബഹുദൂരം മുന്നിൽ തന്നെയാണ്. ഏത് ലോജിക്കിൽ നോക്കിയാലും, എന്തെടുത്ത് നോക്കിയാലും ഇന്ത്യ തന്നെയാണ് കപ്പടിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. ഒരു 90% അബോവ് കപ്പടിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാനുള്ള ചാൻസ് ഇന്ത്യ തന്നെ. പക്ഷേ ഇന്ത്യക്ക് എപ്പോഴും ഫൈനലിൽ വരുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ഭാഗ്യക്കേട് അത് ഇവിടെയും ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ വലിയതായിട്ട് പിന്നീട് ഈ ആഹ്ലാദിക്കുന്നില്ല. 100% ഇന്ത്യ കപ്പടിച്ചിരിക്കുന്നു എന്നൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. കാരണം കപ്പടിക്കരുത്. കാരണം ഇനിയും ഒരു തോൽവി, അവസാനം കൊണ്ടിട്ടുള്ള തോൽവി താങ്ങാനുള്ള ഒരു മനസ്സിലെ ഒരു മാനസിക അവസ്ഥയൊന്നും ഈ പറയുന്ന 130 കോടി ജനങ്ങൾക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി ഇന്ത്യ ജയിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, എല്ലാ ലോജിക്കിലും നോക്കിയാലും ഇന്ത്യ തന്നെയാണ് കപ്പടിക്കുക. ഇന്ത്യ തന്നെയാണ് അവരെക്കാളും ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യ തന്നെയാണ് ജയിക്കാൻ ചേർന്നത്. പക്ഷെ അവസാനം ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം അത് ഇന്ത്യയുടെ കൂടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണ രോഹിത് ശർമ്മ കരഞ്ഞുകൊണ്ട് പോകുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ട വേൾഡ് കപ്പിൽ, അല്ലെ, അത് വൺഡേ വേൾഡ് കപ്പിൽ അവസാനം കങ്കാരുക്കൾ വന്ന് എന്ത് ചെയ്തു, ഇന്ത്യയെ തോൽപ്പിച്ചിട്ട് പോയി. ഇവരാണ് അതിനെ മറുപടി ആയിട്ട് അതിന് ചുട്ട മറുപടിയൊക്കെ കൊടുത്ത് കണക്കുകളൊക്കെ തീർത്തുകൊണ്ട് ആ മുറിവേറ്റ സിംഹം, അത് മറ്റാരുമല്ല രോഹിത് ശർമ്മ എന്ന് പറയുന്ന മുറിവേറ്റ സിംഹം നടത്തുന്ന താണ്ഡവത്തിൽ മറ്റെല്ലാ ടീമുകളും ഒഴുകി പോവുകയാണ് ചെയ്തത്. ഒന്ന് പിടിച്ചു നിൽക്കാനും കൂടി കഴിയാതെ ഇന്ത്യയുടെ മുന്നിൽ എന്ത് ചെയ്തു, ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുപോലെ രോഹിത് ശർമ്മ ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്യും, മിക്കവാറും പറയുന്ന T20 ഇതൊക്കെ വിരമിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. ഇതുവരെയായിട്ടും ഒരു കപ്പ്, വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പിലേക്ക് മുത്തമിടാൻ വേണ്ടിയിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല. നല്ല രീതിയിൽ കളിക്കും, അടിപൊളിയായിട്ട് ക്യാപ്റ്റൻസി നിർവഹിക്കും. പക്ഷെ അവസാനം കപ്പെന്ന് പറയുന്ന ഭാഗ്യത്തിലേക്ക് എത്താൻ ഇതുവരെയായിട്ടും രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ട്. ഇന്ന് അത് കഴിയട്ടെ എന്നുള്ളതാണ്, അല്ലെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് എനിക്ക് പറയാം. പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അത് അവരുടെ കാലിബറിലൊന്നും ഒരു പ്രശ്നവുമില്ല. രോഹിത് ശർമ്മ നമുക്കറിയാലോ, ഇത്രയും കാലം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2020 തന്നെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത്, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്കോർ അടിച്ചതൊക്കെ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ അടിച്ചത് രോഹിത് ശർമ്മ. അവസാനമുള്ള 2 മാച്ചുകൾ എടുത്തു നോക്കുന്നത്, സെമി ആകട്ടെ, സെമിക്ക് തൊട്ട് മുമ്പുള്ള ഓസ്ട്രേലിയ തോപ്പിച്ച കളിയാവട്ടെ, 2 കളിയിലും അവരെ നിലംപരിശാക്കിയത് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ആ ബാറ്റ്സ്മാന്റെ ഹിറ്റ്മാൻ, മാടൻ രോഹിത് എന്ന് ഞാൻ വിളിക്കുന്ന രോഹിത് ശർമ്മയുടെ അപാര പെർഫോമൻസ് തന്നെയായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു രോഹിത് ശർമ്മ ചെയ്തത്. ആ പ്രകടനത്തിന് ഒരു വാല്യൂ അവന് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊന്ന് പ്രതീക്ഷിക്കില്ല, അത് അവന് കിട്ടണമെങ്കിൽ ആ കപ്പാണ്. ആ കപ്പിൽ കുറഞ്ഞതൊന്നും ഈ പറയുന്ന രോഹിത് ശർമ്മ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എങ്ങനെയും ഈ പറയുന്ന 130 കോടി ജനങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭാഗ്യം നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇന്ത്യ ജയിച്ചു വരും എന്ന് ഞാൻ വൈകിട്ട് പഴയ ചെണ്ടമേളയൊക്കെ കൊണ്ട് ആഹ്ലാദിക്കാം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഇപ്പൊ ഞാൻ ഒരു മാസം കൊണ്ട് എനിക്ക് ഒരു വീഡിയോ ഇന്ത്യയുടെ സെമി എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയുടെ പല വിജയങ്ങളും, അതായത് ഈ പറയുന്ന നമ്മൾ ഈ ഓസ്ട്രേലിയ ഓട്ടിച്ചിട്ട് തോപ്പിച്ചത്, നമ്മൾ പകരം ചോദിച്ചത് രോഹിത് ശർമ്മയുടെ അങ്ങനെ തമ്പലൈൻ വരെ എഴുതി വെച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരിക്കൽ പല്ലുവേദന വന്നു, അത് ഭയങ്കര രൂക്ഷമായി മാറി. അതിനുശേഷം ചെങ്കണ്ണ് വന്നു. ചെങ്കണ്ണ് ഇപ്പം തീർന്നിട്ടില്ല. ആ ചെങ്കണ്ണ് തീരാറായപ്പോൾ അടുത്ത പനി വന്നു. പനിയും ഇപ്പോഴും ഒരുവിധം ഇപ്പോഴും ഗുളിക കഴിച്ചു. ഇന്നും കൂടി ആകുമ്പോഴേ ഇന്നാണ് ഞാൻ കുളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഒരു ചാനലിലും വീഡിയോസ് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് എനിക്കൊരു വീഡിയോ ഇടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ
ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ലേ, രോഹിത് ശർമ്മയ്ക്ക് അങ്ങനെ അവന്റെ 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 കൈകളിൽ ഒരു പൊൻതൂവൽ കിട്ടട്ടെ. ഈ പറയുന്ന വേൾഡ് കപ്പ് കിരീടം വന്നോണ്ട് പൊൻതൂവൽ ആർക്ക് രോഹിത് ശർമ്മയ്ക്ക് കിട്ടട്ടെ. കഴിഞ്ഞ വൺഡേ വേൾഡ് കപ്പിൽ കിട്ടാനുള്ളത് ഭാഗ്യക്കേട് കൊണ്ട് മാത്രം ഇന്ത്യ തോറ്റുപോയി. കാരണം എല്ലാ കളിയും ആധികാരികമായി ജയിച്ച് അവസാനം ഫൈനലിൽ വന്ന് തോറ്റുപോയി. അതുപോലെയാണ് ഇത് പറഞ്ഞത്. ഇത് ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ള പേടിയിലാണ് ജനങ്ങളൊക്കെ. ഇനി നമുക്ക് ആരുടെ പറയും, ഇപ്പൊ പലരും പറയുന്നുണ്ട് സഞ്ജു സാംസൺ ശിവം ദുബേനെ മാറ്റിക്കൊണ്ട് സഞ്ജു സാംസൺ എടുക്കണം. ഞാൻ പറയുന്നത് ഒരു ചേഞ്ച് പോലും വരുത്തരുത്. ശിവൻ ദുബെ ആയിക്കോട്ടെ, ഇപ്പം കോഹ്ലി ആയിക്കോട്ടെ, അതൊക്കെ ടീമിന്റെ വരിശാണ്. അവൻ കളിച്ചില്ല ഒന്നും ഒന്നും നോക്കണ്ട. അവൻ ടീമിൽ ഉണ്ടായിരുന്നോ, കളി ഇതുവരെ ജയിച്ചോ, ഒരൊറ്റ മനുഷ്യരെ മാറ്റരുത്. അതായത് സൂപ്പർ 6 വന്ന സമയത്ത് നമ്മളെടുത്ത ടീം ഏതാണ് മനസ്സിലായോ? ആ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് ഫൈനൽ ഇറങ്ങും. ഒരു ചേഞ്ച് എങ്കിലും നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം നമുക്ക് ഈ ഒരു വരിശുണ്ട് എല്ലാത്തിനും, ചിലവരുടെ സാന്നിധ്യം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ വേൾഡ് കപ്പിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു അല്ലെ. ഈ വേൾഡ് കപ്പിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ട്. അത് മറ്റാരും പോലെ സഞ്ജു സാംസണാണ്. ആ സാന്നിധ്യത്തിലോട് കൂടി ഇന്ത്യ കപ്പടിക്കുമെന്ന് പറയുന്നവർ ഒരുപാടാണ്. അത് ഞാനും വിശ്വസിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചില നമ്മൾ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളൊക്കെയാണ്, പക്ഷെ ഇല്ലാത്ത ഇത് ഉണ്ട് എന്നുള്ളതാണ്. ചിലവരുടെ സാന്നിധ്യം നമുക്ക് വിജയത്തിലേക്ക് നയിക്കും. ചില ടീം ചിലപ്പോൾ ഒരു പാഴായിരിക്കും, അവനെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ലായിരിക്കും, അവനെ വെറുതെ ടീമിൽ എടുത്തിടും. അവൻ ബാറ്റിങ്ങിലും ഫ്ലോപ്പാണ്, ഈ പറയുന്ന ഫീൽഡിങ്ങിലും ഫ്ലോപ്പാണ്, ബൗളിംഗും എല്ലാം ഫ്ലോപ്പാണ്. പക്ഷേ ടീം ജയിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അവന്റെ ഭാഗ്യം എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഫൈനലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരൊറ്റ ചേഞ്ച് പോലും വരുത്തരുത്. സഞ്ജു സാംസൺ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇതുവരെയും ഒരു കളിയും പോലും ഇറക്കിയിട്ടില്ല. ഇറക്കരുത്. ഈ കളിയിൽ ഒരു ചേഞ്ചും വരുത്തരുത്. എന്താണോ നമ്മുടെ ടീം കഴിഞ്ഞ 3-4 കളി കൊണ്ട് ഏതാണോ നമ്മുടെ പ്ലേയിങ് 11 അവരെ തന്നെ ഇറക്കുക. ഒരു കാരണവശാലും മാറ്റരുത്. ദൈവം സഹായിച്ച് അല്ലെങ്കിൽ ആർക്കും ഒരു പരിക്കും വരാതിരിക്കാനും കൂടി പ്രാർത്ഥിക്കും. ഒരാൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട് പോകും. കാരണം നമ്മുടെ സന്തുലിതാവസ്ഥ മാറിപ്പോകും. മനസ്സിലായോ? ഇതുവരെ വന്നുകൊണ്ട് നിന്ന ആ ഒരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ, ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ഒരാൾ മാറുമ്പോൾ മാറിപ്പോകും. ഒരു നെഗറ്റീവ് ഒരാൾ ഒരു പോസിറ്റീവ് പോയിട്ട് വേറൊരാൾ പുതിയ ഒരാൾ വന്നാൽ അവന് പുതിയ പിന്നെന്താണ് ഫൈനൽ കളിക്കുകയാണ്. ഇതുവരെ കളിക്കാതെ ഫൈനലിൽ കളിക്കുമ്പോൾ അതിനുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവന് ഒരു സെഞ്ചുറി അടിച്ചാൽ കൂടി, പുതിയതായിട്ട് എടുക്കുന്ന സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി അടിച്ചാൽ കൂടി ചിലപ്പോൾ ഇന്ത്യ തോറ്റുപോകും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇത് ടീമിൽ ചേഞ്ച് വരുത്തരുത്. ഇന്ന് രാത്രി 8 മണിക്കാണ് കളി അല്ലെ. 8 മണി തൊട്ട് ഏതാണ്ട് 3 മണിക്കൂർ വരെ നമുക്ക് സമയമുണ്ട്. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 11-10 വരെ ഒരു ഓവർ പോലും കട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20 ഓവർ കളി കാണാം. അതല്ലെങ്കിൽ പിന്നെയും മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 10 ഓവർ കളിയെങ്കിലും നടക്കണം. ഇല്ലെങ്കിൽ കളി റദ്ദ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. ഇന്ന് അത്രയ്ക്ക് മഴയാണെങ്കിൽ നാളെ നമുക്കൊരു റിസർവ് ഡേ ഉണ്ട്. ആ റിസർവ് ഡേയിലും മഴ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ നമ്മുടെ കളിയിൽ രോഹിത് ശർമ്മ കപ്പ് ഉയർത്തും. കാരണം അത്രയ്ക്ക് ഒരുപാട് ഡിഗ്രേഡ് കാര്യങ്ങളൊക്കെ വന്നു. ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് ഒക്കെ അവനെ ടീമിൽ തന്നെ എടുത്തെറിഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നെറുകേട് കാണിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ പോലുള്ളവരെ അവന്റെ മുകളിൽ കയറ്റിയൊക്കെ അവർ കളിച്ചു. അതിനൊക്കെ അവർ ദൈവം അപ്പ തന്നെ എന്ത് ചെയ്തു, തിരിച്ചടികൾ കൊടുത്തു. നമ്മൾ കണ്ടല്ലോ IPL ഈ പറയുന്ന മുംബൈ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവരുടെ അവസ്ഥ ദയനീയമായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരു പോരാളിയെ പോലെ തിരിച്ചു വന്ന് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും ക്യാപ്റ്റനായിട്ട് വരുന്ന, ഒരു കളി പോലും തോക്കാതെ ഫൈനലിലേക്ക് ഇന്ന് സൗത്ത് ആഫ്രിക്കയെ നിലംപരിശാക്കിക്കൊണ്ട് രോഹിത് ശർമ്മ കപ്പ് ഉയർത്തുന്ന ആ അസുലഭ നിമിഷത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും കാണാം. ശരി.